ഹായ് സ്റ്റുഡൻസ്, എൻ്റെ പേര് മിസ്ബാൻ. മഹാരാജാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആറ്റിങ്ങലിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പാർട്ട് 1ൻ്റെ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. +1 സ്റ്റുഡൻസിനുള്ള ചാപ്റ്റർ 2വിനുള്ള ചാപ്റ്റർ 2 എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ക്ലാസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ് ആദ്യം കാണുന്നവരുണ്ട് എങ്കിൽ ഫസ്റ്റ് പാർട്ടും കൂടെ എന്ത് ചെയ്യുക, കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, സെക്കൻഡ് പാർട്ടിലേക്ക് നിങ്ങൾ വരിക. അപ്പോൾ ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് പാരലാക്സ് മെത്തേഡാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ മൂൺ ഓർ എനി പ്ലാനറ്റ്. അപ്പോൾ ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു പാരലാക്സ് മെത്തേഡ് എക്സാമിന് പല തവണയും ചോദിച്ചിട്ടുണ്ട്. എന്താണ് പാരലാക്സ് മെത്തേഡ് എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത്. ഒരു പക്ഷെ അങ്ങനെ ചോദിച്ചിട്ടില്ല എങ്കിൽ ലാർജ് ഡിസ്റ്റൻസ് ആർ മെഷേർഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഓപ്ഷൻസ് തന്നിരിക്കും. അങ്ങനെയെങ്കിൽ ഏതായിരിക്കും വരുന്നത്, പാരലാക്സ് മെത്തേഡ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അത് എങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു തരാം, ഇത് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റ്, ഈ ഒരു പെൻ എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. ഞാൻ എന്ത് ചെയ്യുക, ഒരു ഐ എന്ത് ചെയ്യുക, മറച്ചു വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ലെഫ്റ്റ് കൈ ഞാൻ മറച്ചു വെച്ചിട്ട് ഈ പേനയെ നോക്കുന്നെങ്കിൽ ഈ പേന ഇരിക്കുന്നത് ഒരു പോയിന്റിലായിരിക്കും. ആ സമയത്ത് ഞാൻ ഈ ഒരു കൈ ഇങ്ങോട്ട് മറച്ചു വെച്ച് കഴിഞ്ഞാൽ പേനയെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യും, വ്യത്യാസം വരും. ആദ്യം ഓൾറെഡി ഈ ഒരു പോയിന്റിലായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഈ പേന കണ്ടത്. രണ്ടാമത് ഞാൻ നോക്കുമ്പോഴേക്കും ഈ കാണുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ഞാൻ നോക്കുന്നത് എന്തായിരിക്കും, ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തായിരുന്നു, ആദ്യം ഒരു ഐ മറച്ചു വെച്ച് ഞാൻ നോക്കി. അപ്പോൾ എന്ത് ചെയ്തു, എ എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഐ അങ്ങ് മറച്ചു. അടുത്ത ഐ വെച്ച് നോക്കിയപ്പോഴേക്കും എന്ത് ചെയ്തു, അത് ഷിഫ്റ്റ് ആയിട്ട് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? വളരെ ശ്രദ്ധിച്ചിരുന്നാൽ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിന് ഞാൻ എന്ത് പറയുന്നുണ്ട്, ഒരു ബേസ് അല്ലെങ്കിൽ ബേസ് ഡിസ്റ്റൻസ് എന്ന് പറയാം. നമുക്ക് അതിൻ്റെ ഒരു ബേസ് ഡിസ്റ്റൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പം ഇതിൻ്റെ ഒരു അകലത്തിന് ഞാൻ ഇവിടെ മുതൽ ഇവിടം വരെ ഒരു അകലമില്ലേ, ആ അകലത്തിന് ഞാൻ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു. ഇതൊരു സർക്കിളിൻ്റെ സെൻറ്റർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ജസ്റ്റ് ഒരു സർക്കിളായിട്ട് ഇതിന് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഇതൊരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്താൽ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ ആർക്കായിരിക്കും. അപ്പം എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആർക്കായിരിക്കും. ഇതിനെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്, ഈ തീറ്റയാണ് അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, ലാർജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിൽ നിന്നും ഫോം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്, ആർക്ക് ബൈ ഡിസ്റ്റൻസ് ആണ്. ആർക്ക് ലെങ്ത് ബൈ ഡിസ്റ്റൻസ് ആണ്. ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആണ്. ഈ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ബേസ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബി എന്ന് എടുത്തു. ആർക്ക് ലെങ്തിന് ഞാൻ എന്ത് ചെയ്ത് എടുത്തു, തീറ്റ ഇസ് ഈക്വൽ ടു ബി എന്ന് ചെയ്തു, ആ ബേസ് ഡിസ്റ്റൻസിന്. പിന്നെ എന്താ ഇവിടെ ഉള്ളത്, ഏതാണ്, ആർക്ക് ഡിസ്റ്റൻസ് ആണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ബി എന്ന് എടുത്തിരിക്കുന്നത്. ഈ ഒരു അകലത്തിന് ഞാൻ എന്ത് ചെയ്തു, ഡി എന്ന് എടുത്തു. അപ്പോൾ എനിക്ക് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഡി ഇസ് ഈക്വൽ ടു ബി ബൈ തീറ്റ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എനിക്ക് ഇതിൽ നിന്നും ഫോം ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? പാരലാക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒരു പക്ഷേ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ബേസ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബേസ് ലെങ്ത് എന്ന് പറയുന്നതായിരിക്കും, അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എന്തിരിക്കും, തന്നിരിക്കും. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും. അപ്പം ഒരു ഷിഫ്റ്റ് പോയിന്റ്, ഒബ്സർവറിൻ്റെ പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് നോക്കുമ്പോഴേക്ക് ആദ്യം ആ ഒരു ഒബ്ജക്റ്റ് ഇരുന്നത് എവിടെയായിരിക്കും, ഇവിടെ ആയിരിക്കും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഐ വെച്ച് മാറ്റി ഒരു ഐ മറച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും.
ആ ഒരു ഷിഫ്റ്റിംഗ് പൊസിഷൻ ആണ് എന്തിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നത്, പാരലാക്സ് മെത്തേഡിലൂടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. എന്താണ് പാരലാക്സ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ, ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ മൂൺ ഓർ എനി പ്ലാനറ്റ്. നമ്മൾ മൂണിൻ്റെയും അതുപോലെ തന്നെ പ്ലാനറ്റിൻ്റെയും ഒക്കെ അകലങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടോ, പാരലാക്സ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പാരലാക്സ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആണ്. ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഇതായിരുന്നു അവിടെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. അവിടെ ഞാൻ ബി എന്ന് എടുത്തു. ഇത് തമ്മിലുള്ള ആ ഒരു റേഡിയസ് ഉണ്ട്. ആ റേഡിയസിനെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു സർക്കിളായിട്ട് ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് കൺസിഡർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഡിസ്റ്റൻസിന് ഞാൻ ഡി എന്ന് എടുത്തു. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ ഡി എന്ന് കിട്ടി. അപ്പോൾ ഡിയുടെ ഇക്വേഷൻ എന്താ എനിക്ക് കിട്ടുന്നത്, ഡി ഇസ് ഈക്വൽ ടു ബി ബൈ തീറ്റ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്നും ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ആ ജസ്റ്റ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആംഗിളിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്. ആ ഒരു ഇക്വേഷൻ നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതാനായിട്ട് എന്ത് എടുത്തിരിക്കുന്നത്, ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്നാണ് ഞാൻ എന്ത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഈ ഡി എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്, റേഡിയസ് ആണ്. ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്. ആ റേഡിയസിന് പകരം ഞാൻ എന്ത് കൊടുത്തു, ഡിസ്റ്റൻസ് എന്ന് കൊടുത്തു. അതാണ് തീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ ഡി എന്ന് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്, ഡി ഇസ് ഈക്വൽ ടു ബി ബൈ തീറ്റ. എന്താ ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഇക്വേഷൻ മുകളിലേക്ക് വന്നു, തീറ്റ എന്ത് ചെയ്ത് ഡിവൈഡഡ് ബൈ ആയിട്ട് വന്നു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ, സിമ്പിളായിട്ട് ഇതിൽ നിന്നൊരു ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻ. ഡയമെൻഷൻ അനാലിസിസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. എന്നാൽ എന്താ പറയുന്നത്, ഡയമെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇക്വേഷൻ ഷുഡ് ബി സെയിം എന്ന് പറഞ്ഞാൽ, ഒരു ഇക്വേഷന്റെ LHS സൈഡും RHS സൈഡും ഈക്വൽ ആണ് എങ്കിൽ അതിന് നമ്മൾ എന്ത് പറയാം, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻ എന്ന് പറയാം. അതായത് നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചേ, LHS ഇസ് ഈക്വൽ ടു RHS ആണ് എങ്കിൽ ആ ഒരു ഇക്വേഷൻ എന്ത് പറയാം, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻ എന്ന് പറയാം. അറിയാവുന്ന ഒരു ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. V is equal to U plus AT എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്നുള്ള 3 ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് നമുക്ക് അറിയാവുന്നത്. അതിൽ നിന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഞാൻ എടുത്തായിരുന്നു. V is equal to U plus AT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഞാൻ എടുത്തു. ആ ഇക്വേഷനിൽ നിന്ന് ഞാൻ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലെങ്ത് ആയതുകൊണ്ട് എന്ത് ചെയ്യാം, L ഡിവൈഡഡ് ബൈ T ആണ്. ആ ഒരു ഇക്വേഷന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ, ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ LT റൈസ് ടു -1 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പം വെലോസിറ്റിക്ക് ഈ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും, ഈ ഒരു ഇക്വേഷന്റെ കേസിൽ V എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയും U എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റിയും A എന്ന് പറയുന്നത് ആക്സിലറേഷനും T എന്ന് പറയുന്നത് ടൈമും ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ എഴുതാമല്ലോ. എന്താ എഴുതാൻ പറ്റുന്ന, L T റൈസ് ടു -1. ഓക്കെ, അത് ഞാൻ എഴുതി. സീക്വൽ ടു എന്താ നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കുന്നത്, U എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ആ ഇനിഷ്യൽ വെലോസിറ്റിക്കും നമുക്ക് ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് L T റൈസ് ടു -1 ആണ്. അപ്പോൾ ഈ യുവിന് പകരമായിട്ടും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, L T റൈസ് ടു -1 ഞാൻ എന്ത് ചെയ്തു, എഴുതി. ജസ്റ്റ് ഇനി അടുത്ത് എന്താ പോകുന്നത്, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലസ് മൈനസ് ഒക്കെ വന്നതുകൊണ്ട് അവിടെ ഞാൻ ജസ്റ്റ് എന്താ ഈക്വൽ ടു ഞാൻ അപ്ലൈ ചെയ്യുന്നു. അടുത്ത ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്താണ്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് ഡയമെൻഷൻ ഫോർമുല. നോക്കാം നമുക്ക്, വെലോസിറ്റി ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, ഡയമെൻഷൻ ഫോർമുല L T റൈസ് ടു -1 ഡിവൈഡഡ് ബൈ T ആണ്. ഈ T മുകളിൽ വരുമ്പോഴേക്കും L T റൈസ് ടു -1 L T റൈസ് ടു -1 എന്ന് വരും അല്ലേ. അപ്പോൾ ഇതിനെ എനിക്ക് എന്താ എഴുതാനായിട്ട് സാധിക്കും, L T റൈസ് ടു -2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്, L T റൈസ് ടു -2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഇക്വേഷൻ വരുന്നത്, എക്ക് പകരം L T റൈസ് ടു -2 എഴുതി. പിന്നെ എന്താ കൂടെ ഉള്ളത്, നമുക്ക് അവിടെ ഒരു ടിയും കൂടെ ഉണ്ട്. അതിന് പകരം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യും, അവിടെ ഞാൻ എന്ത് ചെയ്തു, T എഴുതി.
അതും ജസ്റ്റ് എന്ത് ചെയ്യുക, അങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു. ഈ ഒരു ചെറിയൊരു പോർഷനെ മാത്രമാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് ഒന്ന് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കുന്നത്? ഇവിടെ എന്തുണ്ട്, എൽ ഉണ്ട്, എൽ ടി റൈസ് ടു -1 സോറി എൽ ടി റൈസ് ടു -2 ടി റൈസ് ടു 1. ഇത് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? -2 + 1 = -1 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പം നോക്കിയേ, എൽ ടി റൈസ് ടു -1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? ഇവിടുത്തെ ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് താഴ്ത്തി ഇറക്കുമ്പോൾ എങ്ങനെ കിട്ടും? എൽ ടി റൈസ് ടു -1 എന്ന് കിട്ടിയില്ലേ? ഈക്വൽ ടു കൊടുത്തു. ഇവിടെയും എന്താണ് വീര് ഇക്വേഷൻ എന്താണ്? എൽ ടി റൈസ് ടു -1. ഓക്കെ ആണല്ലോ. നോക്കിക്കേ, ഈ ഇക്വേഷൻ ഫുൾ എന്താണ്? LHS side is equal to RHS side, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പം ഈ ഒരു ഇക്വേഷൻ എന്ന് പറയാം, ഇക്വേഷൻ ഈസ് ഡയമെൻഷ്യലി എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്നുള്ള ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ഈ ഒരു സിസ്റ്റമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഇതുപോലെ ഒരു സിമ്പിളായിട്ടൊരു ഇക്വേഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്ട് ഇക്വേഷൻ ഓഫ് മോഷൻ്റെ 2 ഇക്വേഷൻ ഉണ്ട്. അതിൽ നിന്നും ഒരെണ്ണവും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം നിങ്ങൾക്ക് വേണ്ടി. അതിന് വേറൊരു ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുകയും ചെയ്യും. ഇത്രയും മാത്രമാണ് ഉള്ളത്. ജസ്റ്റ് ഇത് മനസ്സിലാവാത്തവരുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ടി റൈസ് ടു -1 ആണ്, ശരിയല്ലേ? അതേപോലെ യു എന്ന് പറഞ്ഞാൽ എൽ ടി റൈസ് ടു -1. ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും നമ്മൾ എന്തിലാണ് അറിയപ്പെടുന്നത്? വെലോസിറ്റി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഇക്വേഷൻ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് ഉള്ളത് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈമിനെയാണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. എൽ ടി റൈസ് ടു -1 ഡിവൈഡഡ് ബൈ ടി ആണ്. ഈ ടി മുകളിൽ വരുമ്പോഴേക്കും എൽ ടി റൈസ് ടു -2 എന്ന് പറയുന്ന ഇക്വേഷനായി. ആ എൽ ടി റൈസ് ടു -2ഉം ഇവിടുത്തെ ടൈമിന്റെ ടിയും കൂടെ ചേർത്തപ്പോൾ എൽ ടി റൈസ് ടു -2 ഇൻറ്റു ടി റൈസ് ടു 1. -2 + 1 എന്തായി മാറി? -1 ആയി മാറി. അപ്പം വളരെ സിമ്പിളായിട്ടാണ് എന്ത് തുടക്കമായത് കൊണ്ടാണ് ഒരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. അടുത്ത ഒരു ഇക്വേഷൻ എഴുതുമ്പോഴേക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്തും എഴുതി പോകാൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഞാൻ ശ്രമിക്കത്തുള്ളൂ. അടുത്തൊരു ഇക്വേഷൻ ഓഫ് മോഷനിൽ തന്നെയുള്ള വേറൊരു ഇക്വേഷനാണ് ജസ്റ്റ് എഴുതാനായിട്ട് പോകുന്നത്. v² = u² + 2as. അപ്പോൾ എന്താണ്, ഏതിൻ്റെ ഇക്വേഷനാണ്? നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്നുള്ള വേറൊരു ഇക്വേഷനാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, എടുത്തിരിക്കുന്നത്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? എൽ ടി റൈസ് ടു -2 ആണ്. സോറി, എൽ ടി റൈസ് ടു -1 ആണ് എന്തിൻ്റെ ഇക്വേഷൻ വരുന്നത്? വെലോസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ v² വന്ന സ്ഥിതിക്ക് എന്തായി മാറും? എൽ ടി റൈസ് ടു -2 എൽ ടി റൈസ് ടു -1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ u² എന്ത് തന്നെ എഴുതുന്നത്? എൽ ടി റൈസ് ടു -1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്ത് എഴുതാം? ഇവിടെ 2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ ഡയമെൻഷൻ അനാലിസിസിന് അതിന് നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൺസിഡർ ചെയ്യത്തില്ല. പകരം നമ്മൾ എന്ത് ആക്സിലറേഷൻ ആണ് എടുക്കുന്നത്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എൽ ടി റൈസ് ടു -2 ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ എൽ എന്ന് എഴുതി. വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് എഴുതിയത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഫുൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോക്കിക്കേ, വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൽ ടി റൈസ് ടു -1 ആണ്. അപ്പോൾ വെലോസിറ്റിക്ക് സ്ക്വയർ ഉണ്ടായിരുന്നത് കൊണ്ട് എൽ ടി റൈസ് ടു -1 ദ ഹോൾ സ്ക്വയർ ഞാൻ കൊടുത്തു. അതോടൊപ്പം തന്നെ u² എന്തുണ്ട്, ഒരു സ്ക്വയർ ഉണ്ട്. എൽ ടി റൈസ് ടു -1 ദ ഹോൾ സ്ക്വയർ കൊടുത്തു പ്ലസ് 2as ആണ് വരുന്നത്. 2as എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ കോൺസ്റ്റന്റിനെ ഞാൻ കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇല്ല ഡയമെൻഷൻ അനാലിസിസിന്. പിന്നെ എന്താണ് എനിക്ക് ബാക്കിയുള്ളത്? ആക്സിലറേഷൻ ആണുള്ളത്. ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ ടി റൈസ് ടു -2 ആണ്. ആ എൽ ടി റൈസ് ടു -2 എഴുതി. പിന്നെ എന്തുണ്ട്, ഒരു 2as. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിന് നമ്മൾ ഡയമെൻഷൻ ഫോർമുലയിൽ എന്താ പറയുന്നത്? എൽ ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും? എൽ ടി റൈസ് ടു -1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എൽ ടി റൈസ് ടു -1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും.
അതോടൊപ്പം തന്നെ ഇവിടെ എന്തായാലും സാധിക്കുന്നത് ഈക്വൽ ടു എൽ സ്ക്വയർ ടി റൈസ് ടു -2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാൻ 2നെ അകത്തേട്ട് മൾട്ടിപ്ലൈ ഇതിനെല്ലാം അതേപോലെ ചെയ്യണം. എൽ സ്ക്വയർ ടി റൈസ് ടു -2 സീക്വൽ ടു എൽ സ്ക്വയർ ടി റൈസ് ടു -2 സീക്വൽ ടു എൽ സ്ക്വയർ ടി റൈസ് ടു -2 എന്താണ് LHS ഇസ് ഈക്വൽ ടു RHS എന്ന് എഴുതാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു, സാർ എന്തുകൊണ്ടാണ് ഈ പ്ലസ് ഈക്വൽ ടു I എന്ന് ചോദിച്ചാൽ നമ്മളൊരു ഇക്വേഷൻ്റെ ഒരു പോർഷൻസ് നമ്മൾ യു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അത് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റ് ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് കൊടുത്തത് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു സൈൻ കൊടുത്തത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും LHS ഇസ് ഈക്വൽ ടു RHS ആയി. ആ RHS ആയതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഇതിനെ ടോട്ടലായിട്ട് എന്ത് പറയാം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക ഈ ഒരു ഇക്വേഷൻ എഴുതി തീർന്നതിന് ശേഷം ഇറ്റ് ഈസ് കണ്ടീഷൻ സാറ്റിസ്ഫൈങ് ഫോർ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻ എന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം ആൻസർ ഷീറ്റിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യണം. അടുത്തൊരു ഇക്വേഷൻ ജസ്റ്റ് എഴുതാൻ പോകുന്നത് കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ അനാലിസിസ് ആണ് നമ്മൾ എഴുതാനായിട്ട് നോക്കുന്നത്. അപ്പോൾ എന്താണ് LHS സൈഡ് എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയാണ്. നമുക്ക് അവിടെ അതുപോലെ നിൽക്കട്ടെ. അപ്പോൾ LHS സൈഡ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താം ഹാഫ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ കൺസിഡർ ചെയ്യേണ്ട. ഇവിടെ മാസ് ഉണ്ട്, അതുകൊണ്ട് m⁻1 എഴുതാം. വെലോസിറ്റി ആയതുകൊണ്ട് L(t⁻⁻1) ദ ഹോൾ സ്ക്വയർ എന്ന് ഇതിനെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്താം mL²t⁻². അപ്പോൾ എന്തിന്റെ ഇക്വേഷനായി കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്ര മാത്രമാണ് എന്തുള്ളത് കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ അനാലിസിസ് എഴുതാൻ പറഞ്ഞാൽ എന്താണ് mL²t⁻² എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡയമെൻഷൻ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്ത് നോക്കാൻ പോകുന്നത് ഐൻസ്റ്റീൻ ഇക്വേഷൻ ഉണ്ട്. mc² ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്തായിരുന്നു എനർജി KE is equal to mL²t⁻² ആയിരുന്നു കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം വെലോസിറ്റി m ഇവിടെ എന്തുണ്ട് m ഉണ്ട്. അതോടൊപ്പം തന്നെ c എന്ന് പറഞ്ഞാൽ എന്താണ് വെലോസിറ്റി ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് c എന്ന് പറയുന്നത്. വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. എന്തിന്റെ വേഗത എന്ന് പറയുന്നത് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന വേഗതയാണ് എന്ത് പറയുന്നത് c എന്ന് പറയുന്നത്. ലൈറ്റിന്റെ വെലോസിറ്റിയാണ് ഏത് ലെറ്ററിൽ റെപ്രസെന്റ് ചെയ്യുന്നത് c എന്ന് പറയുന്ന ലെറ്ററിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെയും വെലോസിറ്റി ആണ് വരുന്നത്. അപ്പം L(t⁻⁻1) ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഇക്വേഷൻ എഴുതാനായിട്ട് സാധിക്കും. E എന്ന് പറയുന്നത് എന്താണ് mL²t⁻² is equal to എന്താ എഴുതാൻ ഇവിടെ പറ്റുന്നത് mL²t⁻². എന്താണ് LHS സൈഡും അതോടൊപ്പം തന്നെ എന്താണ് RHS സൈഡും എന്തായിരിക്കും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഈസ് ഈക്വൽ ടു mc² ആണ് ഐൻസ്റ്റീൻ്റെ ഒരു ഇക്വേഷൻ വരുന്നത്. ആ ഇക്വേഷനുമായിട്ട് ജസ്റ്റ് ഒന്ന് എന്താണ് ഇത് ഇക്വേഷൻ 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതുപോലെ ഏതൊരു ഇക്വേഷൻസ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇക്വേഷൻസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ഇക്വേഷൻ്റെ ഒരു ജസ്റ്റ് ഒരു കാര്യം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇക്വേഷൻ എഴുതിയത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഡെറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ടൈം പീരിയഡ് യൂസിങ് മെത്തേഡ് ഓഫ് ഡയമെൻഷൻ എന്നാണ്. അപ്പോൾ എന്താണ് സിമ്പിൾ പെൻഡുലം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ഒരു ഹാങ് ചെയ്ത് ഒരു വസ്തുവിനകത്ത് ഹാങ് ചെയ്ത് എന്ത് ചെയ്യുക ഒരു ലെങ്ത് ഉണ്ട്. ഒരു വയറിനകത്ത് ഞാൻ എന്തിരിക്കുക ഒരു ബോബ് ഘടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സിമ്പിൾ പെൻഡുലം നമുക്കറിയാം എന്താ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ഓസിലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോബ് ഇങ്ങോട്ടേക്കും ഓസിലേറ്റ് ചെയ്യും, അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടേക്കും ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ഒരു ലെങ്ത് ഉണ്ട്. ഈ ഒരു ടോയിൻ അല്ലെങ്കിൽ ഇതിനൊരു വയറുണ്ടല്ലോ, ആ വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഉള്ള ഒരു ബോബ് ഉണ്ട്. ആ ബോബിന്റെ മാസ് എന്ന് പറയുന്നത് m ആണ്. ഇവിടെ എന്താണ് അനുഭവപ്പെടുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആ ഗ്രാവിറ്റി ആയതുകൊണ്ട് അവിടെ ഞാൻ എന്ത് ചെയ്തു g എഴുതി.
ഇപ്പം നമുക്ക് എക്സാമിന് പലതവണയും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് സിമ്പിൾ പെൻഡുലം. കൺസിഡർ എ സിമ്പിൾ പെൻഡുലം, find the time period, length of the simple pendulum L and mass of the bob M and acceleration due to gravity G. അങ്ങനെയെങ്കിൽ എന്താ എഴുതാൻ ചോദിക്കും? derive the expression for the time period using method of dimension എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എക്സാമിന് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. T directly proportional to M A L B ജി സി എന്നാണ് എന്ത് ചെയ്തത് എക്സാമിൽ ചോദിച്ചത്. അപ്പോൾ എന്ത് എഴുതാനുള്ള നമുക്ക് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഇതിൽ നിന്ന് ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്താനായിരുന്നു. പല തവണയും എക്സാം ടഫാകുന്ന സമയത്ത് +1 എക്സാം ടഫാകുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം. ഈ സിമ്പിൾ പെൻഡുലം ശ്രദ്ധിക്കേണ്ട കേസ് ഫസ്റ്റ് ഇയറിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. +1 കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താണ്? ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും എക്സ്പെരിമെൻ്റ് എല്ലാം കൂടെ നമ്മൾ സെക്കൻഡ് ഇയറിൽ എക്സാം എഴുതുന്നത്. ആ എക്സാമിന് നമുക്ക് 40 മാർക്ക് ലാബ് എക്സാം എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഇയറിൻ്റെ 8 എക്സ്പെരിമെൻറ്റും സെക്കൻഡ് ഇയറിൻ്റെ ഒരു 8 എക്സ്പെരിമെൻറ്റ് സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 16 എക്സ്പെരിമെൻ്റ് ഒക്കെ മിനിമം ഏത് സ്കൂളിലായാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാ സ്കൂളിലും ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നതാണ് സിമ്പിൾ പെൻഡുലം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഓസിലേഷൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്താ നോക്കുക, നമുക്ക് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ഇതാണ്. ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത്. ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ M റൈസ് ടു A L റൈസ് ടു B C റൈസ് ടു C എന്ന് എഴുതാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ ഇതെല്ലാം ഡയമെൻഷൻ അനാലിസിസ് എന്ന് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനെല്ലാം എന്ത് ചെയ്യാം? T is equal to ഈ ഒരു കോൺസ്റ്റന്റിനെ ഞാൻ മാറ്റിയിട്ട് K എന്ന് എഴുതി. അതോടൊപ്പം എന്താണ്? M എന്ന് പറഞ്ഞാൽ മാസ് ആണ്. അപ്പം M റൈസ് ടു A എന്ന് എഴുതാൻ സാധിക്കും, L റൈസ് ടു B എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് G എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ ഇത് നമ്മൾ ആക്സിലറേഷൻ്റെ ടൈമിലേക്ക് മാറ്റിയാലോ? ആ മാറ്റുന്ന സമയത്ത് എക്ക് ഇക്വേഷൻ LT റൈസ് ടു -2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. അതോടൊപ്പം തന്നെ LT റൈസ് ടു -2 എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കിട്ടി. അതോടൊപ്പം റൈസ് ടു C എന്നും കൊടുത്തു. നോക്കിക്കേ, ഈ ഒരു ടൈമിനെല്ലാം ഞാൻ മാറ്റി. M എന്ന് പറഞ്ഞാൽ മാസ് ആയതുകൊണ്ട് എടുത്തു. ഇവിടുത്തെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ് വന്നത്, അതിനെ എല്ലായിട്ട് എടുത്തു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് G വന്നത്. ആ G എന്ന് പറഞ്ഞാൽ LT റൈസ് ടു -2 എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇക്വേഷനെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യാം? ഈ T എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. അവിടെ എന്തുണ്ട്? M ഇല്ല, L ഇല്ല, അവിടെ T റൈസ് ടു 1 ഉണ്ട്. അപ്പോൾ M എന്ന് പറയുന്ന M റൈസ് ടു 0, L റൈസ് ടു 0, T റൈസ് ടു 1 എന്ന് കൊടുത്തു. അതോടൊപ്പം ഞാൻ ഇക്വേഷൻ എന്താ? K M A L B L T റൈസ് ടു -2 ദ ഹോൾ റൈസ് ടു എന്ത് എഴുതി? C എന്ന് എഴുതി. ഇനിയാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഈ K ഇനിയുള്ള ഇക്വേഷനിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ കൊടുത്തു. എന്ത് ചെയ്യാം? എനിക്ക് എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? A is equal to എന്താണ്? 0 എനിക്ക് കിട്ടി. അടുത്ത എന്താണ്? ഇവിടെയും ഒരു L ഉണ്ട്, ഇവിടെയും ഒരു L ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? L റൈസ് ടു B ഇൻറ്റു L റൈസ് ടു C, A റൈസ് ടു M ഇൻറ്റു A റൈസ് ടു N. നോക്കാം, അവിടെ A റൈസ് ടു M ഇൻറ്റു A റൈസ് ടു N എന്ന് പറഞ്ഞാൽ A റൈസ് ടു M പ്ലസ് N ആണ്. അപ്പോൾ എന്താ എഴുതാനായിട്ട് സാധിക്കും? ഇനി L റൈസ് ടു B പ്ലസ് C എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അടുത്തത് അപ്പോൾ എന്താ? അവിടെ 0 is equal to, അല്ലെങ്കിൽ ഇവിടുത്തെ Lൻ്റെ ടൈമാണ് ഞാൻ എഴുതാനായിട്ട് പോകുന്നത്. B പ്ലസ് C is equal to 0 എന്ന് എഴുതാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? ഈ ഒരു ടൈമിൽ എന്തില്ല? നമുക്ക് 0 ആണ്. ഇവിടുത്തെ മുകളിൽ എന്താ? A എന്ന് പറയുന്നത് എന്താ? ഇവിടെ 0 ആയി പോയി. ഇവിടെ L ഉണ്ട്, L റൈസ് ടു B ഉണ്ട്, L റൈസ് ടു C ഉണ്ട്. അപ്പോൾ A റൈസ് ടു M ഇൻറ്റു A റൈസ് ടു N. ആ ഇക്വേഷനെ എങ്ങനെയാണ് മാറ്റിയത്? A റൈസ് ടു M പ്ലസ് എന്നിലേക്ക് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? L റൈസ് ടു B പ്ലസ് C എഴുതി. അപ്പോൾ B പ്ലസ് C is equal to 0 എഴുതി, അതിവിടെ വന്നു. ഇനി എന്താ ഉള്ളത്? എനിക്ക് T റൈസ് ടു അടുത്ത ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? -2 റൈസ് ടു C ആണ്. അപ്പം A റൈസ് ടു M ഇൻറ്റു ഹോൾ റൈസ് ടു N എന്ന് പറഞ്ഞാൽ എന്താണ്? A റൈസ് ടു M N ആണ്. ശരിയല്ലേ?
അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ എനിക്ക് എന്ത് ചെയ്യാം, -2c a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n അല്ലേ. അപ്പം -2 ഇൻറ്റു c ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ വന്നിരിക്കുന്നത്, t റൈസ് ടു 1 വന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് പോവുകയാണ്. a എന്ന് പറയുന്നത് 0 എഴുതി, b എന്ന് പറയുന്നത് എന്താണ്, b പ്ലസ് c is equal to 0 ആണ്. -2c is equal to 1. അതിൽ എന്ത് ചെയ്യാൻ എനിക്ക് c is equal to -1/2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിക്കേ, ഈ എക്കും ഒരു വാല്യൂ കിട്ടി, എക്ക് ഒരു വാല്യൂ കിട്ടി, ബിക്ക് ഒരു വാല്യൂ കിട്ടിയോ ഇല്ല. അപ്പോൾ ബിക്ക് പകരം എന്ത് ചെയ്യുക, ഈ -2നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി -1/2 is equal to 0, ബി is equal to പ്ലസ് എന്തായി മാറും, +1/2 എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് ഏതൊക്കെ വാല്യൂസാണ് കിട്ടിയത്, എക്ക് ഒരു വാല്യൂ കിട്ടി, എ എന്ന് പറയുന്നത് 0 കിട്ടി, ബി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക +1/2 കിട്ടി, സി എന്ന് പറയുന്നത് എന്താണ്, എനിക്ക് -1/2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് എല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യണം, ഇതിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷനിലെല്ലാം മാറത്തില്ലേ, ജസ്റ്റ് ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് മാറ്റി ചെയ്യുന്നു. ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ഫിഗർ ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കേണ്ട കേസ് എന്താണ്, ഈ ഒരു ഇക്വേഷൻ ഞാൻ അതുപോലെ എഴുതുകയാണ്. t is equal to k ഇൻറ്റു m എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. l എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തുണ്ട്, l b ആണ് വരുന്നത്, +1/2 വരുന്നുണ്ട്. അതോടൊപ്പം അടുത്ത വരുന്ന അക്ഷരം എന്ന് പറയുന്നാൽ g ആണ്. g എന്ന് പറയുന്നത് -1/2 ആണ്. ശരിയല്ലേ? ഇത്രയും കേസ് നമ്മൾ മെയിൻ ഈ ഇക്വേഷനിൽ നിന്നും a b cക്ക് ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പം t is equal to k ഇൻറ്റു എന്താണ്, m എന്ന് പറയുന്നത് എന്താ, m റൈസ് ടു 0 ആയതുകൊണ്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ട. l റൈസ് ടു -1 എന്ന് പറഞ്ഞത് കൊണ്ട് എന്താ, റൂട്ടിനകത്ത് എന്ത് കൊടുത്തു, l കൊടുത്തു, ഡിവൈഡഡ് ബൈ എന്ത് കൊടുത്തു, g ഇൻറ്റു -1/2. അപ്പൊ ഡിവൈഡഡ് ബൈ എന്താണ്, റൂട്ട് g കൊടുത്തു. അപ്പൊ ഇതിൽ നിന്ന് കോൺസ്റ്റന്റ് ആയിട്ട് എന്തുണ്ട്, നമുക്ക് കോമൺ ആയിട്ട് 2 റൂട്ട് ഉണ്ട്. t is equal to k ഇൻറ്റു റൂട്ട് l/g എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് കിട്ടി, t is equal to k ഇൻറ്റു റൂട്ട് l/g എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പം എക്സ്പെരിമെന്റിൽ നമുക്ക് k യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 2π ആണ്. അപ്പോൾ t is equal to 2π ഇൻറ്റു റൂട്ട് l/g ആണ് എന്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇക്വേഷൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സിമ്പിളായിട്ട് നമുക്ക് നോക്കിക്കേ, ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വന്നതെന്നും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കാം എന്തായിരുന്നു നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ കൺസിഡർ സിമ്പിൾ പെൻഡുലം, ലെങ്ത് എന്ന് പറയുന്നത് L, മാസ് എന്ന് പറയുന്നത് M, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ് എങ്കിൽ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്സ് ടൈം പീരീഡ് യൂസിങ് മെത്തേഡ് ഓഫ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാണ് തന്നിരുന്നത്. അതിന്റെ ഇക്വേഷൻ എന്താണ്, T ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M റൈസ് ടു A, L റൈസ് ടു B, G റൈസ് ടു C. ആ ഫസ്റ്റ് എന്ത്, എ ബി സിക്ക് ഞാൻ വാല്യൂ ഡയമെൻഷൻ അനാലിസിസ് വെച്ച് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എക്ക് എനിക്ക് 0 കിട്ടി, ബിക്ക് +1/2 കിട്ടി, സിക്ക് -1/2. ഈ വാല്യൂസിനെ എല്ലാം ഞാൻ എബോ ഇക്വേഷൻ 1 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. അതിൽ നിന്നാണ് ഞാൻ എന്തിലേക്ക് മാറിയത്, ടൈം പീരീഡ് T is equal to എന്താ, കെ എന്ന് പറയുന്നത് മാറിയിട്ട് അവിടെ എന്ത് വന്നു, 2π ഇൻറ്റു റൂട്ട് l/g എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. ആ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഡയമെൻഷൻ അനാലിസിസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് പല തവണയായിട്ട് എക്സാമിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ടഫായിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഏതെങ്കിലും ഒരു തന്നിട്ട് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ, ടു പ്രൂവ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി, ഇത്രയും കാര്യങ്ങളായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇനി അടുത്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ S is equal to ut plus half at² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടുപിടിക്കുക. അത് എന്ത് ചെയ്യുക, എഴുതുകയും ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, S is equal to ut plus half at² എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി, ആ ഇക്വേഷൻ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ കിട്ടുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പം ഇക്വേഷൻ ഓഫ് മോഷൻ 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്, P is equal to u plus at ഉണ്ട്,
അതോടൊപ്പം തന്നെ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉണ്ട്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് എന്ത് പഠിക്കാനായിട്ടുള്ളത്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുടെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വരുന്നത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3 മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ.